വിക്കഡ് ഒരു മ്യൂസിക്കൽ മൂവിയാണ് ആൻഡ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ വിസർഡ് ഓഫ് അവർ യൂണിവേഴ്സ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ മ്യൂസിക്കൽ മൂവി. ആകെ ഒരു വിഷമം വന്നത് ലാസ്റ്റ് ടു ബി കണ്ടിന്യൂഡ് എന്ന് എഴുതി കാണിച്ചപ്പോഴാണ്. അതുവരെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. യെസ്, ഇറ്റ്സ് എ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഇസ് റിലീസ് നെക്സ്റ്റ് ഇയർ ഓൺ November 21st. വെരി വെരി മച്ച് എക്സൈറ്റഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം ഗ്രേറ്റ് ഫാൻ ഓഫ് മ്യൂസിക്കൽസ്. പക്ഷെ ഈ ഒരു മ്യൂസിക്കൽ ആദ്യത്തെ വിഷ്വൽ മുതലേ ഇറ്റ് വാസ് ഗ്രേറ്റ്. ജോൺ എം ചു എന്ന ഡയറക്ടറിനെ ശരിക്കും പണി അറിയുന്നത് കാണിച്ചു തന്നിരിക്കുകയാണ്. അത്രയും രസമായിട്ടാണ് വേൾഡ് ബിൽഡിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആളുടെ ഫിൽമോഗ്രഫിയിൽ തന്നെ ഏറ്റവും ഗ്രാൻഡ്യൂർ വർക്ക് ഇതായിരിക്കും. ആ ഒരു സെറ്റിംഗ്, ആ ഒരു വേൾഡ് ബിൽഡിംഗ്, ആ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം വേറെ വേറെ ലെവലായിരുന്നു. നമ്മളിത് അന്തം വിട്ട് നോക്കിയിരിക്കും. ആ വേൾഡ് ജസ്റ്റ് ഒന്ന് പോയി കയറി കണ്ടാലോ എന്ന് പോലും നമുക്ക് ആലോചന വരും. അത്രയും രസമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടും ഇതേ ഫീൽ തന്നെ പിടിച്ചാൽ മതി. ഇതിൽ ബെറ്റർ ആവണമെന്നോ ഇതിൽ അടിപൊളി ആവണമെന്നോ ഒരു ആഗ്രഹവും ഇല്ല. അത്രയും പെർഫെക്റ്റ് ഫാന്റസി മ്യൂസിക് മൂവി തന്നെയായിരുന്നത്. ഇത്രയും പെർഫെക്റ്റ് ആണുള്ള വേറെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു കോമിക് വായിക്കുമ്പോൾ അതിലെ കുറെ ചാപ്റ്റേഴ്സും വോളിയൂംസും ഒക്കെ ഉണ്ടാവും. സോ ഈ എല്ലാ ചാപ്റ്റേഴ്സും വോളിയൂംസിനും വളരെ പയ്യാണ് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഓരോ സീൻസ് നറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെയും 2 മണിക്കൂർ 40 മിനിറ്റ് വളരെ സമയം എടുത്തിട്ടാണ് ഓരോ സീൻസും എല്ലാം വളരെ നറേറ്റ് ചെയ്ത് വളരെ അടിപൊളി തന്നെ കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും സീൻസും നമുക്ക് വളരെയധികം നമുക്ക് ഫീൽ ചെയ്യും. ക്യാരക്ടർ ഡെവലപ്മെന്റ് ഗംഭീരമായിരുന്നു. സ്ക്രീൻ പ്ലേ വാസ് ഗ്രേറ്റ്. സിനിമാറ്റോഗ്രഫി ബൈ ആലിസ് ബ്രൂക്സ്, അമേസിംഗ് ഫാന്റാസ്റ്റിക് വർക്ക് ആയിരുന്നു. ആ ഒരു ഗ്രാൻഡ്യൂർ വിഷ്വല് ഈ ഒരു സിനിമയ്ക്ക് വളരെ നീഡഡ് ആയിരുന്നു. എഡിറ്റിംഗ് കലക്കി ആ ഒരു 2 മണിക്കൂർ 40 ഒട്ടും പോരടിക്കാത്ത രീതിയിൽ നമ്മളെ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ട്. സോങ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ എ മ്യൂസിക്കൽ. അതുകൊണ്ട് തന്നെ ഇതിലെ സോങ്സ് ഒട്ടും ഒരു മിസ്പ്ലേസ് ആയ ഒരു ഫീൽ കിട്ടിയില്ല. എല്ലാം വളരെ ആക്ട് സ്ക്രീൻ പ്ലേ ആയിരുന്നു. അതേപോലെ തന്നെ സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡാൻസ് കൊറിയോഗ്രഫി, കളറിംഗ് എല്ലാം ഒന്നിനൊന്ന് അടിപൊളി തന്നെയായിരുന്നു. ഇനി കമ്മിങ് ബാക്ക് ടു പെർഫോമൻസസ്, സിന്തിയോ എറിവോ എന്ന നടിയാണ് ഇതിലെ എൽഫബ എന്ന ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്, മെയിൻ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിന് ലൈഫ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ പെർഫോമൻസസ്. അറിയാന ഗ്രാൻഡയ്ക്കും ഈ സിന്തിയോ എറിവോ എന്ന ആക്ട്രസിന് അത്ര നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. ആൻഡ് വാസ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. ജോണത്തൻ ബെയ്ലിയാണ് ഇതിൽ ആക്ടർ മെയിൻ ഹീറോ പ്ലേ ചെയ്തത്. ഒരു പ്രിൻസിന്റെ റോളായിരുന്നു. ആ ഒരു ഹാൻസം പ്രിൻസിന്റെ ഒരു കംപ്ലീറ്റ് ഫീച്ചർ കംപ്ലീറ്റ്ലി ഉണ്ടായി. നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. കാസ്റ്റിംഗ് വാസ് ടോപ്പ് നോച്ച്. മിഷേൽ യോഹം, ജെഫ് ഗോൾഡ്ബ്ലമും ഇവരൊക്കെ അവരുടെ ക്യാരക്ടേഴ്സ് വളരെ നന്നായിട്ട് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടായി. ഓവറോൾ നെവർ മിസ് ദിസ് മ്യൂസിക്കൽ മൂവി ഇൻ തിയേറ്റേഴ്സ്. ഒരു ഫാന്റാസ്റ്റിക് വണ്ടർഫുൾ മ്യൂസിക്കൽ മൂവി തന്നെയായിരുന്നത്. മ്യൂസിക്കൽസ് ഇഷ്ടമല്ലെങ്കിൽ പോലും പ്ലീസ് ഡു ഗിവ് ഇറ്റ് എ ട്രൈ.